കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെ ഒരു ദുരന്തം നമ്മുടെ ഇവിടെ ഉണ്ടാവരുത്. എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുക വേണ്ടത്. ബിൽഡിംഗ് മാത്രമല്ല, ഈ മതിലും ഭയങ്കര അപകട ഭീഷണിയാണ്. നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പഴയ കെട്ടിടത്തിന് മുമ്പിലാണ്. ഈ ഒരു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയിൽ വെറ്റിനറി സർജൻ പലതവണ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ പരാതി അറിയിച്ചതാണ്. കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് വെറ്റിനറി സർജനും പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ദുരവസ്ഥയാണ് ഈ ഒരു പ്രദേശത്ത് നിലവിലുള്ളത്. ആദ്യ കെട്ടിടമാണ്, പൊളിഞ്ഞു വീഴാറായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഏകദേശം 3 വർഷത്തിലധികമായി ഇതേ ദുരവസ്ഥ തന്നെയാണ് ഈ ഒരു കെട്ടിടത്തിനുള്ളത്. ശാപമോക്ഷമില്ലാതെ ഈ കെട്ടിടം തുടരാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി ഈ ഒരു പ്രദേശത്ത്. പൊളിഞ്ഞു വീഴാറായ ഈ ഒരു കെട്ടിടത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളും പൊതുജനങ്ങളും പ്രതികരിക്കുന്നു അവരുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മളോടൊപ്പം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും ചേരുകയാണ്. ഏകദേശം എത്ര കാലമായി ഈ ഒരു കെട്ടിടത്തിന് ശാപമോക്ഷമില്ലാത്ത ഈ ഒരു ദുരവസ്ഥ തുടരുന്നത്? എത്ര കാലമായി? ഈ കെട്ടിടം അൺഫിറ്റാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ഇത് പഴയ മൃഗാശുപത്രി കെട്ടിടമാണ്. ആ കെട്ടിടം ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ് പുതിയ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. അത് നിർമ്മിക്കുമ്പോൾ തന്നെ ഇത് പൊളിച്ചു മാറ്റേണ്ടതാണ്. പൊളിച്ചു മാറ്റാതെ ഇന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ വെറ്റിനറി സർജൻ നൽകിയ കത്ത് പ്രകാരം 3 തവണ കത്തുകൾ നൽകിയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതിന് താഴെ കൂടിയ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് സേവനത്തിന് വേണ്ടി. ആ വരുന്ന സമയത്ത് ഇത് മഴ അല്ലെങ്കിൽ കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇത് പൊളിഞ്ഞു ചാടി അവർക്ക് പോലും അപകടമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്നു. ഇതിനകത്തുള്ള മരങ്ങൾ ഏത് സമയവും ഈ പുതിയ കെട്ടിടത്തിന് തന്നെ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകളോ ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാനത്തിലാണ് ഇതൊരു ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണെന്ന് നമ്മളിവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെ ഒരു ദുരന്തം നമ്മുടെ ഇവിടെ ഉണ്ടാവരുത്. തൊട്ടടുത്ത് അതിനടുത്തുകൂടി ആളുകൾ നടന്നു പോരുന്നതാണ്. 1 മീറ്റർ പോലും വ്യത്യാസമില്ലാതെയാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് ആളുകൾ വരുന്നത്. അതുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനാവശ്യമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ ഈ ചുറ്റുമതിൽ ഉടനടി അത് പണി പൂർത്തിയാക്കണം. അത് വീണ്ടും ആളുകളുടെ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് പോലും കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാവുന്ന സാഹചര്യമുണ്ട്. ഇതിനകത്തുള്ള മരങ്ങൾ ഏത് സമയവും പൊട്ടി വീഴാറുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കണ്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് ഒന്നുകൂടി പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ ഒരു ജനശബ്ദം എന്ന നിലയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. പൊളിഞ്ഞു വീഴാറായി കിടക്കുന്ന ഈ മൃഗാശുപത്രി കെട്ടിടം അടിയന്തരമായി പൊളിച്ചു മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിർത്തിയിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഈ മതിൽ കെട്ടി ശരിയാക്കി സാമൂഹ്യ ദ്രോഹികൾ ഇതിൽ കയറാതിരിക്കുവാനുള്ള അടിയന്തരമായി ഇടപെടണമെന്ന് ഇവിടുത്തെ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കെട്ടിടം പൊളിച്ചു മാറ്റണം. ഈ ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയ കെട്ടിടത്തിന് തന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ മുകളിലേക്കൊക്കെ പൊളിഞ്ഞാടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതേപോലെ നാട്ടുകാരും ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരുടെ മെതിക്ക് പൊളിഞ്ഞാടും. അതൊക്കെ തന്നെ പറയാനില്ല. എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുക വേണ്ടത്. കെട്ടിടത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വളരെ അപകടമായിട്ട് രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം അടിയന്തരമായിട്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട നടപടികളാണ് പഞ്ചായത്ത് ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ സർജൻ അടക്കമുള്ള ആളുകൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടി പഞ്ചായത്തിന് ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കുകയുണ്ട് ഒരു അപകടാവസ്ഥ. നമുക്കറിയാം, ചുറ്റുമതിലടക്കം വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന സമയത്ത് വീണാൽ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് അടിയന്തരമായി പൊളിച്ചു മാറ്റുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്.
നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പലതവണ ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ശ്രീജിത്ത് ചേരുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ എന്തായിരുന്നു അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി? പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ ഞാൻ പഞ്ചായത്തിലെ എയിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ ഈ പഴയ കെട്ടിടം അൺഫിറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്ന ശേഷം മാത്രമേ ഇത് പൊളിച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ ബിൽഡിംഗ് മാത്രമല്ല, ഈ മതിലും ഭയങ്കര അപകട ഭീഷണിയാണ്. ഇവിടെ നിരവധി അതിർത്തി പ്രദേശങ്ങളായ പുഴക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ മങ്കട പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ നമ്മുടെ മൃഗാശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കം പൂച്ച, പട്ടി മുതലായ അരുമ മൃഗങ്ങളെ കൊണ്ടുവരാറുണ്ട്. അവരൊക്കെ ഒരു സമയം ഈ മൃഗങ്ങളെ കെട്ടുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൽ എന്ത് ശക്തമായ കാറ്റും മഴയുള്ള സ്ഥലത്ത് ഇതിൻ്റെ ഓട് വന്ന് അവരുടെ മേത്ത് പതിക്കാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിനെതിരെ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റി തരണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് നമ്മൾ 3 പ്രാവശ്യം ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരങ്ങൾ നമ്മളിത് മുറിച്ച് മാറ്റി ഇനി എത്രയും പെട്ടെന്ന് നമുക്കിത് പൊളിച്ചു മാറ്റി തരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിലേക്ക് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മതിൽ നമുക്ക് വളരെ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് വഴിയാത്രക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം. അതിൽ ഫ്രണ്ട് ഇതിൻ്റെ ഈ ഒരു പഞ്ചായത്തിൻ്റെ ആളുകൾക്ക് വഴിയിൽ നോക്കുമ്പോൾ ഈ മൃഗാശുപത്രി കാണാൻ സാധിക്കില്ല. അവർക്ക് ഈ പൊളിഞ്ഞു വീഴാറായ കെട്ടിടം അതുപോലെ പൊളിഞ്ഞു വീഴാറായ മതിലുമാണ് കാണാൻ സാധിക്കുന്നത്. അത് ഈ മതിൽ എത്രയും പെട്ടെന്നാക്കിയിട്ട് നമുക്കിവിടെ ഒരു മുന്നിലെ ആളുകൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന, അതേപോലെ മൃഗങ്ങളെ, വലിയ മൃഗങ്ങളെ എല്ലാം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി തരണം. ഈ മതിൽ രണ്ടാമത് പണിത് വലിയൊരു ഗേറ്റും വെച്ച് തരണമെന്ന് പഞ്ചായത്തിലേക്ക് അറിയിച്ചിട്ടുണ്ട്. വെറ്റിനറി സർജൻ പലതവണ പരാതി നൽകിയിട്ടും അനുയോജ്യമായ ഒരു മറുപടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്ന ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളും ജനങ്ങളും ഒരേ സ്വരത്തിൽ ആരോപിക്കുന്നത്. ഒരു വലിയ ദുരന്തം വരുന്നതിനേക്കാൾ മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. അങ്ങാടിപ്പുറം മൃഗാശുപത്രി പരിസരത്ത് നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ്, കോഓപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ്, BBA, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BCA, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, MCom, MA ഇംഗ്ലീഷ് തുടങ്ങിയ 9 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായി ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു. മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം. ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പൊന്നിയാകുറിശി, പെരിന്തൽമണ്ണ.